ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VJR. മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണോടാ നിങ്ങൾക്ക്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബാച്ചിൽപ്പെട്ട ഒരു ക്ലാസ്സാണ് 9ാം ക്ലാസ്. കാര്യം എൻ്റെ അത്രയും എനിക്ക് ആത്മബന്ധമുള്ള ഒരുപാട് മക്കൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ 8ാം ക്ലാസ്സിൽ എൻ്റെ എല്ലാ കുട്ടികൾക്കും നമ്മൾ പുതിയൊരു ചാപ്റ്ററിലേക്ക്, പുതിയൊരു കോണ്ടന്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ വന്ന കുട്ടികളൊക്കെ ആദ്യം തന്നെ ലൈക്ക് അടിക്കുക. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെടുന്നതിനും പെട്ടാലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ എന്ത് ചെയ്യുക, ഫീഡ്ബാക്ക് ഇടുക. കാര്യം നിങ്ങളുടെ ഫീഡ്ബാക്കുകളാണ്, ഞാൻ എല്ലാ ക്ലാസ്സിലും അതന്നെ പറയും. കാര്യം നിങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, വീണ്ടും വീണ്ടും ക്ലാസ്സുകളിലേക്ക് വരുന്നത്. അതന്നെ ഒരു ഭയങ്കര ഒരു ഇതാണ്, നമ്മുടെ മോട്ടിവേഷൻ എന്നൊക്കെ പറയത്തില്ലടാ. അത് എങ്ങനെയുണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, ന്യൂനസ് എങ്കിൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ? ഒരുപാട് പേര് പറയലുണ്ട്, സാറേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് യൂട്യൂബിലൂടെ തരാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചു. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ചോദിച്ചാൽ, നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് തരാൻ പറ്റത്തില്ലല്ലോ, തരാൻ പറ്റാതിരിക്കുമോ? നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് തരും അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ എന്തോ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്, ക്ഷമിക്കട്ടാ. ഓക്കെ, ഒരേ പൊളി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂനസംഖ്യ എന്ന് പറയുന്ന അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ഒരു പെട്ടിക്കോളും ഒരു 4-5 മാർക്കിന് ചിലപ്പോൾ ഈ ഒരു പെട്ടിക്കോളും ചോദിക്കും, ഉറപ്പാണ്. കാര്യം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ വരുന്നത്. അപ്പോൾ എന്താണിത് സാധനം എന്ന് ചോദിച്ചാൽ, എക്സിന് 6 കൊടുക്കണം, വൈന് -10 കൊടുക്കണം, എന്നിട്ട് x+y എന്തെന്നാണ് ചോദിച്ചത്. അവിടെ സിമ്പിൾ സാധനമാണ്. ഇവിടെ എക്സ് ഉള്ളിടത്ത് നിങ്ങൾ എന്ത് കൊടുക്കുക, 6 കൊടുക്കുക. അപ്പം എങ്ങനെയാണ് വരിക, 6 ഓരോ അരിമണിയും പെറുക്കുക. അതായത് അങ്ങനെ പറഞ്ഞാൽ അപ്പം എന്താ ചോദിച്ചാൽ, എക്സിന് നമ്പർ കൊടുക്കുക, ചിഹ്നം ഉണ്ടെങ്കിൽ ചിഹ്നം ഇടുക, എന്നിട്ട് വൈന് നമ്പർ കൊടുക്കുക, വൈൻ്റെ കൂടെ ഏതെങ്കിലും നമ്പറിന് ചിഹ്നം ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. അതാ പറഞ്ഞ, ശ്രദ്ധിച്ച് ചെയ്യുക, എന്നാൽ അത് ശരിയാവും. നോക്ക്, ഇതാ എക്സിന് 6 കൊടുത്തു, ഓക്കെ. ദാ ഇവിടെ പ്ലസ് കൊടുത്തു, പ്ലസ്. അതുപോലെ തന്നെ വൈന് -10 കൊടുത്തു, -10. ഓക്കെ ഓക്കെ, സിമ്പിളാണ്. എക്സിന് 6 കൊടുത്തു, വൈന് -10 കൊടുത്തു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്ലസും മൈനസും ചേർന്നാൽ, ബേസിക് നോളജ് ആണ്, അറിയാണ്ടിരിക്കരുത്. ഇതേ കേട്ടോ, പ്ലസും മൈനസും ചേർന്നാൽ മൈനസ് ആകും. കാണാണ്ട് തന്നെ പഠിച്ചു വെച്ചോ. ഇതേ പ്ലസും മൈനസും ചേർന്നാൽ മൈനസ് ആകും. അപ്പോൾ ഇവിടുത്തെ ചിഹ്നം ഇതെങ്ങനെ വരും, 6 - 10 ആവും. ആ പ്ലസ് മൈനസും ചേർന്ന് 10. 6ന്ന് 10 കുറച്ചത്രടാ. 6 ചെറിയ നമ്പർ അല്ലേ, 10 വലിയ നമ്പർ അല്ലേ. ചെറുതെന്ന് വലുത് കുറയ്ക്കാന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കിക്കോ, -4 അതായത് ചെറുതെന്ന് വലുത് കുറയ്ക്കുമ്പോൾ ഒരു മൈനസ് ഇട്ടേക്കാം. എന്നിട്ട് 10ന്ന് 6 കുറച്ചാൽ മതി. 10ന്ന് 6 കുറച്ചാൽ 4, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 20 - 10 എത്രടാ, 20 - 30 എത്രടാ. 20 ചെറുതാണ്, 30 വലുതാണ്. അപ്പോൾ ചെറുതെന്ന് വലുത് കുറയ്ക്കാന്ന് പറഞ്ഞാൽ തന്നെ മൈനസ് ഇടുക, എന്നിട്ട് 30ന്ന് 20 കുറയ്ക്കുക. ദാറ്റ് ഈസ് ആൻസർ ഈസ് ഒരേ പൊളി -10. സെറ്റ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് അതുപോലെ തന്നെ നിങ്ങളും ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ വേണമെങ്കിൽ നമുക്ക് സൂം ചെയ്യാം, എന്നാൽ പിന്നെ കുറച്ചും കൂടെ എന്ത് ചെയ്യും, നമുക്ക് സ്പേസ് കിട്ടും. ഇതാ എക്സിന് നിങ്ങൾ എന്ത് കൊടുക്കുക, അടുത്ത സെക്ഷന്, ഓക്കെ, അടുത്ത സെക്ഷനിൽ എക്സിന് നിങ്ങൾ എന്ത് കൊടുക്കുക, -6. ഓക്കെ, കാണുന്നുണ്ടാ, ഒരു പ്രശ്നം ഉണ്ടല്ലോ, -6. നടുക്ക് പ്ലസ് ഉണ്ട്, പ്ലസ് ഇട്ടു, കണ്ടോ. അങ്ങനെ ഓരോന്ന് ചെയ്യാം. നടുക്ക് പ്ലസ് ഉണ്ടെങ്കിൽ നടുക്ക് പ്ലസ് ഇടാം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്, വൈക്ക് 10, കണ്ടോ, ഇങ്ങനെ ചെയ്യാം. അപ്പോൾ -6 + 10 എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഒരേ പൊളി. അങ്ങനെയാണെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, കുഞ്ഞോൻ ഇനി എന്താ ചെയ്യുക നോക്ക്. ഈ +10 രണ്ടാമത് പ്ലസ് വന്നാൽ, ഇതിന്റെ ബേസിക് ക്ലാസ് നമ്മളെ ക്ലാസ്സിലുണ്ട് കേട്ടോ, ഓൾറെഡി പഠിച്ചാണ്. രണ്ടാമത് പ്ലസ് വന്നാൽ ഈ 10നെ അങ്ങോട്ട് വെച്ചാൽ മതി, ആദ്യത്തിൽ വെക്കാം. 10 - 6 വരും. അപ്പൊ 10 ആദ്യം വരും, എന്നിട്ട് 6 കുറച്ചാൽ മതി. 10ന്ന് 6 കുറയ്ക്കുന്നതിന് തുല്യമാണ്. 10ന്ന് 6 കുറച്ചാൽ നിങ്ങൾക്കറിയാം എത്രയാ, 4 സെറ്റ്. 4 സെറ്റ്. ഓക്കെ, അപ്പൊ എങ്ങനെയാ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ, ഈ 10ന്ന് ഈ 6 അങ്ങോട്ട് കുറച്ചാൽ മതി, 4. അതുപോലെ അടുത്ത് നമുക്ക് ചെക്ക് ചെയ്യാം. എക്സിലോടത്ത് ഇത്തവണ -6 കൊടുക്കേണ്ടത്, -6. നടുക്ക് പ്ലസ് ഉണ്ട്, അത് പ്ലസ് ഇട്ടു. വൈക്ക് -10, കണ്ടോ. അപ്പൊ 2 പ്ലസും മൈനസും ഒരുമിച്ച് വന്നു. ഞാൻ പറഞ്ഞിരുന്നു, പ്ലസും മൈനസും ഒരുമിച്ച് വന്നാൽ ആ ചിഹ്നം അവിടുന്ന് മാറിപ്പോവും അല്ലേ, ചിഹ്നം അവിടുന്ന് മാറിപ്പോവും. ഞാനൊന്ന് ചെറുതാക്കി തരാം കേട്ടോ. -6 നടുക്ക് പ്ലസ്, പിന്നെ -10. ഞാൻ പറഞ്ഞിരുന്നു, പ്ലസ് മൈനസ് ഒരുമിച്ച് വന്നാൽ എന്താവും, മൈനസ് ആവും കേട്ടോ. അപ്പം -6 -10, 2 നമ്പറിന്റെ ബാക്കിൽ മൈനസ് വന്നാൽ എന്താ സംഭവിക്കാറിയോ? നമ്മൾ ഫസ്റ്റ് എന്താ പഠിച്ചത്, ചെറുതെന്ന് വലുത് കുറയ്ക്കാന്ന് പറഞ്ഞാൽ മൈനസ് ഇടാ, സാധാരണ കുറയ്ക്കാം. രണ്ടാമത് എന്താ പഠിച്ചത്, രണ്ടാമത് പ്ലസ് വന്നാൽ അപ്പുറത്ത് 10 വെക്കുക, എന്നിട്ട് കുറയ്ക്കാം. ഇവിടെ നോക്ക്, മൈനസ് ഒരുമിച്ചല്ല, മൈനസും
2 നമ്പറിന്റെ ബേക്കിൽ വന്നു. ബേക്കിൽ വന്നാൽ ഉത്തരത്തിന്റെ ബേക്കിൽ മൈനസ് വരും കേട്ടോ. അതായത് -6 -10. ദേ ഇവിടെ ഒരു മൈനസ്, ഇവിടെ ഒരു മൈനസ്. അപ്പൊ ഉത്തരത്തിൽ മൈനസ് ഇടണം. എന്നിട്ട് 6ഉം 10ഉം കൂട്ടുക വേണ്ട കേട്ടോ. 6ഉം 10ഉം കൂട്ടിയ 16. ദേ നമ്മുടെ ഉത്തരം ഒരേ പുളി -16. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇപ്പൊ -6 -20. ഇതാ 2 നമ്പറിന്റെ ബേക്കിൽ മൈനസ് ഉണ്ട്. ഇവിടെ മൈനസ്, ഇവിടെ മൈനസ്. 2 നമ്പറിന്റെ ബേക്കിൽ മൈനസ് ഉണ്ടെങ്കിൽ ആ നമ്പർ മൈനസ് ഇടുക. എന്നിട്ട് 6ഉം 20ഉം കൂട്ടിയാൽ 26. സെറ്റ്. 6ഉം 20ഉം കൂട്ടിയ 26. ഒരേ പുളി. സെറ്റ് ആണല്ലോടാ. അങ്ങനെയാണെങ്കിൽ അടുത്ത ഞാൻ ചെയ്യാം, പിന്നെ നിങ്ങൾ സ്വന്തം ചെയ്യണം കേട്ടോ. നോക്ക്, അടുത്ത ചോദ്യം ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. -6 നടുക്ക് പ്ലസ് ആണേ, പ്ലസ് ഇതാ ഇവിടെ വൈക്ക് വരെ 6. ഇതെന്ത് ക്വസ്റ്റ്യനാ? ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ നിങ്ങളോട്, ഇവിടെ പ്ലസ് ചിഹ്നമുള്ള ഒരു നമ്പർ വന്നാൽ +6 ആണ്. ഓൻ എപ്പുറത്ത് വെച്ചാൽ മതി. അപ്പൊ എങ്ങനെ വരിക? 6 ആദ്യം വന്നു, +6 ആദ്യം വന്നു. പ്ലസ് എഴുതിയാലും ഇല്ലെങ്കിലും കണക്കാട്ടോ. +6 ഇവിടെ വരും. അപ്പം 6 - 6 ദാറ്റ് ഈസ് 0. ദാറ്റ് ആൻസർ ഈസ് ഒരേ പുളി സെറ്റ് 0. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉത്തരം ഫീഡ്ബാക്കിൻ്റെ കൂടെ കമൻറ്റ് ചെയ്തി. അപ്പോൾ എങ്ങനെയുണ്ട് ക്ലാസ്? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ക്ലാസ്സുകൾ ഇനിയും തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിപൊളിയായിട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ ഫീഡ്ബാക്ക് ഇടുക. ഇനിയും ഇതിൻ്റെ ബാക്കി വീഡിയോ, ബാക്കി ടോപ്പിക്സ്, ബാക്കി ആക്ടിവിറ്റീസ്, ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പം മറക്കരുത് ഫീഡ്ബാക്ക് ഇടാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. അപ്പം നിങ്ങൾ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണും വരേക്കും. ഇറ്റ്സ് മീ VGR സൈനിങ് ഓഫ്. ബൈ.